ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്പോൾ കാലവും നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതിപ്പാനും ദൈവം നമുക്കൊരവസരം തന്നു. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു സഹോദരന്മാരെ. ഞാൻ കഴിഞ്ഞ ദിവസം ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാനായിട്ട് പ്രിയ സഹോദരൻ പറഞ്ഞ സമയത്ത് ഞാൻ ആ വിഷയത്തിന് വേണ്ടി, കാരണം എനിക്ക് വചനത്തിൻ്റെ തിയോളജി ഒന്നും അറിയത്തില്ല, അങ്ങോട്ടൊന്നും ഞാൻ കടന്നു പോയിട്ടുമില്ല. ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകി തന്ന ഒരു വചനം. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മളിങ്ങനെ ചിന്തിക്കുന്നു, ദൈവം മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം വേറൊന്നുമല്ല, സ്നേഹമാണ്. അതിനപ്പുറത്ത് ദൈവം മനുഷ്യനിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഒരു ഭാര്യ ഒരു ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സ്നേഹമാണ്. ഭർത്താവ് ഒരു ഭാര്യയിൽ നിന്ന് ആഗ്രഹിക്കുന്നതും സ്നേഹമാണ്. ഒരു മാതാവ് ഒരു കുഞ്ഞിൽ നിന്ന്, ഒരു കുഞ്ഞ് ഒരു മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ആഗ്രഹിക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹമാണിന്ന് കൈമോശം വന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. ആ സ്നേഹത്തിന് വേണ്ടിയാണ് പലരും ഇന്ന് ഓടുന്നത്, പല നിലകളിലൂടെ, പല വഴികളിലൂടെ ഓടുന്നത്. ഞാൻ ചിന്തിക്കുക, നമ്മൾ വന്ന സമയം മുതൽ ദൈവത്തിൻ്റെ നിത്യസ്നേഹത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ചും അതിൻ്റെ അവസാന നിമിഷമുള്ള തൻ്റെ പ്രിയ സഹോദരൻ്റെ പ്രാർത്ഥനയിലൂടെയും ആ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് കേൾക്കുവാനായിട്ട് എനിക്കിടയായിത്തീർന്നു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മളെ ദൈവം വിളിച്ചത് യഥാർത്ഥത്തിൽ പ്രിയ സഹോദരി അവസാനം ഒരു പാട്ട് പാടി നമ്മൾ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച്. നമ്മൾ കഴിഞ്ഞ ദിവസം ബൈബിൾ സ്റ്റഡിയിൽ നമ്മൾ കേട്ടു, തെസ്സലോനിക്ക സഭയിലെ വിശ്വാസികൾ അവരുടെ വിശ്വാസത്തിൻ്റെ വേലയിലും വർദ്ധിച്ചു വന്നു. അതുപോലെ തന്നെ സ്നേഹ പ്രയത്നവും അവരുടെ അവസ്ഥ കണ്ട് പൗലോസ് അതോർത്ത് നന്ദി പറയുവാനും തൻ്റെ ഹൃദയത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ടും ഇടയായിത്തീർന്നു. സ്നേഹത്തിന് ഒരു പ്രവൃത്തിയുണ്ട്. നമ്മൾ ഈ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം സഹോദരന്മാരെ, നമുക്ക് ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തോടുള്ള ഭക്തിയും ഭയവും നമ്മളിൽ വർദ്ധിച്ചു വരണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കൂടിവരവിനെക്കുറിച്ച് നമുക്ക് വളരെ ഉത്സാഹമുള്ളവരായിരിക്കും, നമുക്ക് വളരെ ആവേശമുണ്ടായിരിക്കും, നമുക്ക് വളരെ തീക്ഷ്ണതയുണ്ടാവും. ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു, ആത്മാവിൽ എരിവുള്ളവരായി ഉത്സാഹത്തിന് മടുപ്പില്ലാത്തവരായി നമ്മൾ ദൈവത്തെ സേവിക്കണം. ഞാനൊരു കാര്യം പറയാം, ആത്മാവിൽ എരിവുള്ളവരാണെങ്കിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. അങ്ങനത്തെ ദൈവത്തോടുള്ള സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ പറയുമ്പോൾ അതേസമയമൊന്നും നമ്മൾ ആരും വെയിറ്റ് ചെയ്യത്തില്ല. ദൈവത്തോട് നമുക്ക് ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഒക്കെ നമുക്ക് ഇടയായിത്തീരും. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് വരേണ്ടത് ആവശ്യമാണ്. ഞാൻ മത്തായിയുടെ സുവിശേഷം, എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്ന ഒരു വചനം അതായിരുന്നു. ഞാൻ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം നമുക്ക് ചിന്തിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം, അതിനോട് ചേർന്ന് പല വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 24-ന്റെ 12 വായിക്കാം. മതി. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അധർമ്മം പെരുകിയതുകൊണ്ട് അനേകരുടെ സ്നേഹവും തണുത്തു പോവും. സഹോദരന്മാരെ, നമ്മൾ ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പം അതിലൂടെ പറഞ്ഞിരിക്കുന്ന അധർമ്മം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാപം, അല്ലേ? പാപം പെരുകിയതുകൊണ്ട് അനേകരുടെ സ്നേഹവും തണുത്തു പോവും. ദൈവത്തോടുള്ള ഒന്നാമത് മനുഷ്യൻ നഷ്ടപ്പെടുന്ന ദൈവത്തോടുള്ള സ്നേഹം തണുത്തു പോവും. പിന്നെ മനുഷ്യനും തമ്മിലുള്ള സ്നേഹവും തണുത്തു പോവും. നമ്മുടെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനം ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ്. ദൈവത്തിൽ നിന്ന് നമ്മുടെ സ്നേഹം തണുത്തു പോയാൽ മനുഷ്യനോടുള്ള ബന്ധത്തിലും സ്നേഹം തണുത്തു പോവും. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ 2 സഭയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് എഫേസ്യ സഭ, ഒന്ന് ലവോദിക്ക സഭ. ഈ 2 സഭയെക്കുറിച്ചും അവരുടെ സ്നേഹത്തിൻ്റെ തണുപ്പിനെക്കുറിച്ച് അവിടെ ദൈവം പറയുന്ന, യോഹന്നാൻ മുഖാന്തരം പറയുന്ന നമുക്ക് കേൾക്കാനായിട്ട് കഴിയും. സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തന്നെ ശോധന ചെയ്യാം. പാപം എന്ന് കേൾക്കുമ്പോൾ, അധർമ്മം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്, ഒരുപക്ഷെ നമ്മൾ നമ്മൾ പരസ്യമായിട്ട് കള്ളു കുടിക്കുന്നില്ല, വീടി വലിക്കുന്നില്ല, പരസ്യമായിട്ട് നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നില്ല. ഇതൊക്കെ നമ്മളുടെ ലിസ്റ്റിലുള്ള പാപം. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന പാപം ഏതൊക്കെയാണ്? ദൈവഹിതത്തിന് വിരുദ്ധമായതൊക്കെയും പാപമാണ് സഹോദരന്മാരെ. ദൈവം പാപമെന്ന് വിളിക്കുന്നതിനെ ഞാനും നിങ്ങളും, വീണ്ടും ജനിക്കപ്പെട്ട നമ്മളെല്ലാം പാപമെന്ന് വിളിക്കുകയും പാപത്തോട് നമുക്ക് എന്തുണ്ടായിരിക്കണം? ഒരു എതിർത്തുനിൽപ്പ് ആവശ്യമുണ്ട്. നമ്മൾ എബ്രായ ലേഖനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, പാപത്തോട് പോരാടുന്നതിൽ ഇതുവരെ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. സഹോദരന്മാരെ, പാപം
ചെയ്യുന്നതിനേക്കാൾ, പാപകരമായ ചിന്തയിൽ സന്തോഷിക്കുന്നതിനേക്കാൾ, അതിൽ താലോലിക്കുന്നതിനേക്കാൾ, അതിൽ രസിക്കുന്നതിനേക്കാൾ എനിക്ക് മരിക്കുന്നതാ നല്ലതെന്ന് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ആവശ്യമാണ് സിസ്റ്റർമാരെ. യഥാർത്ഥത്തിൽ ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തെ നിർബന്ധിക്കുന്നുണ്ടോ? ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി, ദൈവിക ഇഷ്ടങ്ങൾക്ക് വേണ്ടി, ദൈവി വഴി നടക്കുന്നതിന് വേണ്ടി ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിർബന്ധം നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ടോ? നമ്മൾ വെളിപ്പാട് പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം. ഇവിടെ പറയുന്നത് എങ്കിലും നിൻ്റെ ആദ്യ സ്നേഹം. ഇത് നമ്മൾ മുകളിലോട്ട് വായിക്കുമ്പം ഇതിൻ്റെ ഒന്നുതൊട്ടുള്ള വാക്യങ്ങൾ വായിക്കും ഇങ്ങനെയാണ്. എഫേസ്യ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരാത്തവരെ നിനക്ക് സഹിച്ചുകൂടാഞ്ഞതും അപ്പോസ്തലന്മാർ അല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ചതും കള്ളന്മാർ എന്ന് കണ്ടതും നീ സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും നീ തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. ദൈവം അവരോട് പറയുമ്പം അവർക്ക് ഒട്ടും സ്നേഹമില്ലെന്നല്ല ആ വാക്കിൻ്റെ അർത്ഥം. അത് നമ്മൾ മനസ്സിലാക്കണം. ഒട്ടും അവരുടെ സ്നേഹം മുഴുവനായി നഷ്ടപ്പെട്ടെന്നല്ല വാക്കിൻ്റെ അർത്ഥം. എന്നാൽ ഇത് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? കള്ളന്മാരായിരിക്കുന്ന ആൾക്കാരെ അവർ തിരിഞ്ഞ് അത് വിവേചിച്ചറിയത്തക്കവണ്ണം ആത്മീയ പക്വതയും പാകതയും ലഭിച്ചവരായിരുന്നു. അനേക കഷ്ടങ്ങൾ അവർ സഹിച്ചു, ദൈവത്തിന് വേണ്ടി നിന്നു, തളർന്നു പോകാതെ നിന്നൊരവസരം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ നല്ല അവരുടെ ജീവിതത്തിലെ ആ നല്ല കാര്യങ്ങൾ അവരൊരു പ്രശംസയായ നിലയിൽ പറഞ്ഞുകൊണ്ടാണ് ദൈവം ഇവിടെ പറയുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്കിലും നിൻ്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി എന്നൊരു കുറവ് നിന്നെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണ്ടിരിക്കുന്ന ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. സിസ്റ്റർമാരെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളെല്ലാം വീണ്ടും ജനിക്കപ്പെട്ട സമയത്ത്, രക്ഷിക്കപ്പെട്ട സമയത്ത്, നമ്മുടെ കർത്താവിനെ കാൽവരി ക്രൂശിൽ ദർശിച്ച സമയത്ത് നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ആ തീക്ഷ്ണമായ സ്നേഹത്തിൻ്റെ കുറവ് ഇന്ന് നമ്മൾ സംഭവിച്ചിട്ടില്ലേ എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ്. നമുക്കറിയാം, ഇന്ന് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ, പല ഹോസ്പിറ്റലുകളിലും. എന്തിനാ? അത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ശരീരത്തിൻ്റെ രോഗങ്ങളെ അറിയാനായിട്ടാണ്. നമ്മൾ ദൈവത്തിൻ്റെ വചന കേൾവി നമ്മളെ ഒന്ന് പരിശോധിക്കാനായിട്ടാണ്, നമ്മളെ ഒന്ന് ശോധന ചെയ്യാനായിട്ടാണ്. അതായത് ഡോക്ടറായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമ്മൾ കടന്നു വന്നു. നമ്മുടെ ആത്മീയ വിഷയങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക് നമ്മൾ പരിഹാരം പ്രാപിക്കണം. നമ്മൾ ദൈവത്തെ, അവിടെ എഫേസ്യ സഭയിലുള്ള വിശ്വാസികൾ ദൈവത്തെ സ്നേഹിക്കുന്നില്ലെന്നുള്ള വാക്കല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും നിൻ്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. സ്നേഹമൊക്കെ ഉണ്ടെന്നും, സ്നേഹമുണ്ട്, നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ കർത്താവിനെ കണ്ടുമുട്ടിയ നാളിൽ നമുക്ക് ദൈവത്തോണ്ടായിരുന്ന ഒരു ഊഷ്മളമായൊരു സ്നേഹം, ആരോടും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നൊരു സ്നേഹം, മറ്റുള്ളവരെ കാണുമ്പോൾ ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കാനുള്ള സ്നേഹം, എതിർപ്പുകൾ വരുമ്പോൾ എതിർക്കുന്നവരെ സ്നേഹിക്കാനായിട്ട് നമുക്ക് കഴിയുമായിരുന്നു, അവരെ നമ്മുടെ ഹൃദയത്തിൽ വഹിക്കാനായിട്ട് കഴിയുമായിരുന്നു, അവരെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാനായിട്ട് നമുക്ക് കഴിയുമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ അതിൽ നിന്ന് എത്രയോ തണുത്ത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹമാണ് ആദ്യം നമുക്ക് നഷ്ടപ്പെട്ടത്. നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് വേണം നമ്മൾ മടങ്ങി വരാൻ. ദൈവം നമ്മളെ സ്നേഹിച്ചത്, നമ്മളിവിടെ വായിച്ചത് ഇങ്ങനെയാണ്, നിത്യ സ്നേഹത്താലാണ് ദൈവം നമ്മളെ സ്നേഹിച്ചത്. ദൈവത്തിൻ്റെ സ്നേഹത്തിന് മാറ്റമില്ല സഹോദരന്മാരെ. ഞാൻ പിന്മാറിപ്പോകുമ്പോഴും ദൈവം എന്നെ സ്നേഹിക്കുന്നു, ഞാൻ പാപത്തിൽ രസിക്കുമ്പോഴും ദൈവം എന്നെ സ്നേഹിക്കുന്നു. ആ കാര്യം മറന്നു പോകരുത്. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു, ദൈവ സ്നേഹമാണ്, അവൻ്റെ സ്വഭാവം തന്നെ സ്നേഹമാണ്, അത് ത്യജിപ്പാൻ ദൈവത്തിന് കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഈ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ അവിടെ പറഞ്ഞ് നീ മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. നമ്മൾ വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പം അതിന് താഴോട്ട് നമ്മൾ വായിക്കുന്ന ഇങ്ങനെ പറയുന്നത്, നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. ഏതിൽ നിന്ന് വീണിരിക്കുന്ന ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ല ഞാനും വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിൻ്റെ നിലവിളക്ക് അതേ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. കണ്ടോ? അല്ല ഞാൻ വരും, നിൻ്റെ ഉള്ളിലുള്ളൊരു
നിലവിളക്കുണ്ടായിരുന്നു, ഒരു വെളിച്ചമുണ്ടായിരുന്നു, ക്രിസ്തു ഉണ്ടായിരുന്നു. അത് ഞാൻ നിന്ന് നീക്കിക്കളയും സഹോദരന്മാരെ. അത് നമുക്ക് നീക്കിക്കളയാനായിട്ട് ഇടവരാതെ നമ്മുടെ കൂടിവരവിലൂടെ നമുക്ക് മാനസാന്തരപ്പെടുവാനായിട്ട്, ദൈവത്തിങ്കിലേക്ക് കൂടുതൽ മടങ്ങി വരുവാനായിട്ട്, ദൈവത്തിൻ്റെ ആ സ്നേഹം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വായിച്ചു. അവരുടെ സ്നേഹത്തിന് സഹോദരന്മാരെ ഒരു പ്രവൃത്തിയുണ്ട്. സ്നേഹത്തിനൊരു പ്രവൃത്തിയുണ്ട്. ദൈവത്തിലുള്ള സ്നേഹത്തിനൊരു പ്രവൃത്തിയുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത്. ഈ സ്നേഹത്തിലാണ് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാനായിട്ടും മറ്റ് നമ്മുടെ ജീവികളെ സ്നേഹിക്കാനായിട്ടും സഹോദരങ്ങളെ സ്നേഹിക്കാനായിട്ടൊക്കെ നമുക്ക് കഴിയുന്ന ഈ സ്നേഹമാണ്. ആ സ്നേഹത്തിലാണ് നമുക്ക് ഇങ്ങനെ തണുപ്പ് സംഭവിച്ച് ഞാനൊരു കാര്യം പറയാം. ദൈവത്തെക്കാൾ അധികമായി നമ്മൾ പലതും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. നമ്മളിന്ന് അത് നമ്മുടെ ഹൃദയത്തിൽ നമ്മളെ ശോധന ചെയ്യാൻ കാണാൻ കഴിയും. പണ്ട് നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടിയ സമയത്ത് പലതും നമുക്ക് ഉപേക്ഷിക്കാനായിട്ട്, വിട്ടുകളയാനായിട്ട് നമുക്ക് മടിയില്ലായിരുന്നു. അതിനെച്ചാൽ ദൈവത്തിനുള്ള സ്നേഹനിമിത്തമായിരുന്നു. ദൈവത്തിന് വേണ്ടി വായിക്കുന്നു, എന്നേക്കാളധികം അപ്പനെയോ അമ്മയോ ഭാര്യയോ മക്കളെയോ സ്വന്തം ജീവനെയും കൂടെ പായിക്കാത്തവൻ്റെ ശിഷ്യനായിരിക്കാനായിട്ട് കഴിയത്തില്ല എന്ന് കഴിഞ്ഞാൽ സഹോദരന്മാരെ അപ്പനെയും അമ്മയും വെറുക്കണമെന്നോ സഹോദരങ്ങളെ വെറുക്കണമെന്നല്ല വാക്കിൻ്റെ അർത്ഥം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇവരാരും ഞാൻ ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്നതിൽ നിന്ന് എൻ്റെ അപ്പനോ എൻ്റെ അമ്മയ്ക്കോ എൻ്റെ സഹോദരങ്ങൾക്കോ എന്നെ മാറ്റി നിർത്താനായിട്ട് കഴിയത്തില്ല. അവരോട് എനിക്ക് സ്നേഹത്തോട് പറയാൻ കഴിയും. എൻ്റെ ദൈവത്തെ കഴിഞ്ഞിട്ടേ എനിക്ക് മറ്റെല്ലാം ഉള്ളൂ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. എന്താ വെച്ചാൽ അപ്പനെയും അമ്മയും പകയ്ക്കണമെന്ന് പറഞ്ഞാൽ നമ്മളവരെ തള്ളിക്കളയണമെന്നല്ല ആ വാക്കിൻ്റെ അർത്ഥം. അവരെ നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്നവരായിത്തീരും. നമുക്ക് കൂടുതൽ നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ അപ്പനെയും അമ്മയും സ്നേഹിച്ചതിനേക്കാൾ അധികം നമുക്ക് അവരെ സ്നേഹിക്കാനായിട്ട് കഴിയും. അവർ ആരുമാകട്ടെ, അവർ നമ്മളോട് എതിർക്കുമ്പോൾ, അവർ നമ്മളോട് പകയ്ക്കുമ്പോഴും. അപ്പം അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നേക്കാൾ അധികം. അപ്പം നമ്മൾ ഒന്നാമത്തെ കാര്യം, നമ്മളെക്കാളധികം, നമ്മുടെ സ്വയത്തേക്കാളധികം നമ്മൾ ദൈവത്തെ സ്നേഹിക്കേണ്ടത് ആവശ്യമാണ് സഹോദരന്മാരെ. നമ്മൾ ഈ നാളുകളിൽ സ്നേഹത്തെക്കുറിച്ച് ഒത്തിരി കേൾക്കുന്നു. ഞാനൊരു സത്യം പറയാമല്ലോ, ആ കേൾക്കുന്നതനുസരിച്ചുള്ള ആ സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനം നമ്മളിലൂടെ വെളിപ്പെടുന്നുണ്ടെങ്കിൽ അത് കാണാനായിട്ട് കഴിയും, മറ്റുള്ളവർക്ക് ദർശിക്കാനായിട്ട് കഴിയും എന്നുള്ളത് യാതൊരു സംശയമില്ല. നമ്മുടെ ഉള്ളിൽ ഒരു സംഭവം ഉണ്ടെങ്കിൽ, ഞാനൊരു കാര്യം, ഹൃദയം നിറഞ്ഞു കവിയുന്നല്ലോ വാ സംസാരിക്കുന്നേ. എൻ്റെ ഉള്ളിൽ ദൈവത്തോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ആയിരിക്കും? ഞാൻ ചിന്തിക്കുകയാണ്, നമ്മുടെ പണ്ട് കാലത്തെ കൂട്ടായ്മകൾ എന്നൊക്കെ പറഞ്ഞാൽ, ഞങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ട സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് ബുധനാഴ്ച കൂട്ടായ്മയുണ്ട്, വെള്ളിയാഴ്ചയുണ്ട്, ശനിയാഴ്ചയുണ്ട്, ആഴ്ചയിൽ 4 ദിവസവും മീറ്റിങ്ങുകളുണ്ട്. ഈ 4 ദിവസവും ഈ മീറ്റിങ്ങുകൾക്ക് പോകാനായിട്ട് ഒരു മടിയുമില്ല, ഒരു ഭാരവുമില്ല, ഒരു വേദനയുമില്ല. ഏത് ജോലി വരെയും മാറ്റിവെക്കുമായിരുന്നു. ഏത് ജോലി എന്നിട്ട് ഞാൻ പറയട്ടെ, അന്നുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെയും പകുതിയെ ഇന്ന് നമുക്കുള്ളൂ. അന്ന് നമുക്ക് വളരെ വളരെ തുച്ഛമായ വരുമാനം മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ദൈവത്തോടുള്ള സ്നേഹനിമിത്തം നമ്മൾ കൂട്ടായ്മയ്ക്ക് പോകാൻ ഞങ്ങൾ ഓർക്കുന്നുണ്ട്. സഹോദരന്മാരെ, ഞങ്ങളൊക്കെ ബാബുസോനും സൗരിക്കൊക്കെ അറിയാം. ഞങ്ങൾ ഇവിടുന്ന് രാവിലെ മീറ്റിങ്ങിന് പോയിക്കൊണ്ടിരുന്നത് കോഴിക്കോടാണ്. കുറേ കാലം കോഴിക്കോട് പോകുമ്പോൾ ഞങ്ങളൊക്കെ 72 മലയുടെ മണ്ടയിൽ താമസിക്കുന്നത്. അന്ന് എനിക്ക് 2 പിള്ളേരുള്ള, ഈ 2 വയസ്സിൻ്റെ ഇളപ്പമുള്ളൂ. ഇവരെ എടുത്തുകൊണ്ട് വേണം പോകാനായിട്ട്. രാവിലെ കൃത്യം ഞങ്ങൾ 6:15 വണ്ടിക്ക് കയറിയാലേ ഞങ്ങൾക്ക് 8 മണിയാകുമ്പം തൊണ്ടയാട് എത്താനായിട്ട് കഴിയത്തുള്ളൂ. എനിക്ക് ഞങ്ങളുടെ സമയം തെറ്റിപ്പോവും. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഏതാണ്ട് 5 മണി 6 മണി സമയമാവും. ഞായറാഴ്ച ഒരു മീറ്റിങ്ങിന് പോകുന്ന. പക്ഷേ ഞാൻ സത്യം പറയാം, ഞാൻ ഈ കഴിഞ്ഞ ദിനങ്ങളെല്ലാം ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഒരു കാര്യം, ദൈവമേ എന്ത് സ്നേഹമായിരുന്നു ദൈവത്തോട്, എന്ത് ഭയമായിരുന്നു. അതിൽ നിന്ന് നമുക്ക് എത്രയോ ചോർച്ച സംഭവിച്ചിരിക്കുന്നു സഹോദരന്മാരെ. ഇന്ന് നമുക്ക് വാഹനങ്ങളുണ്ട്. ഞാൻ ഈ ചിന്തിക്കുകയായിരുന്നു, പ്രത്യേകിച്ച് ഞാൻ ഈ അടുത്ത ഏരിയയിലൊന്നും കാണാത്തൊരു സംഭവം നമ്മുടെ ചർച്ചയിൽ ഞാൻ കാണുന്നുണ്ട്. കാരണം എല്ലാവരെയും കഴിയുന്നിടത്തോളം വാഹനങ്ങൾ കൊണ്ടുപോയി അവരെ കൂട്ടായ്മയ്ക്കായിട്ട് കൊണ്ടുവരുന്ന ഒരു സമ്പ്രദായം ഞാൻ കണ്ടിട്ടുണ്ട്. അതും ആ സഹോദരൻ്റെ ഉള്ളിൽ കൊടുത്ത ആ ദൈവത്തോടുള്ള സ്നേഹമാണ്, ആ ദൈവത്തോടുള്ള ഭയമാണ്. തൻ്റെ ആടുകളും ദൈവത്തെ അറിയുവാനും അവർക്ക് ആ സ്നേഹം പകർന്നു കൊടുക്കാനും. ഞാൻ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തെ നമ്മൾ ആരും സ്നേഹിക്കുന്നില്ലെന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഈ സ്നേഹം പോരാന്നാണ് ഞാൻ പറയുന്നത്.
ഈ സ്നേഹം പോരാ എന്നാണ് ഞാനുമല്ല പറയുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പറയുന്നത്. ഈ സ്നേഹം പോരാ. നമ്മൾ ദൈവത്തിൻ്റെ ബന്ധത്തിൽ വായിക്കുന്നു, അതായത് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോട് കൂടി വേണം ദൈവത്തെ സ്നേഹിപ്പാൻ. അതായത് എനിക്ക് വേണ്ടി ഞാൻ ശകലമെങ്കിലും പിടിച്ചു വെക്കുന്നിടത്ത് ദൈവത്തിൻ്റെ സ്നേഹം പൂർണ്ണമായിട്ട് തീരുന്നില്ല. നമ്മൾ അങ്ങനെ ആണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും. നമ്മൾ അതുപോലെ തന്നെ സഹോദരന്മാരെ, ഈ വെളിപ്പാട് പുസ്തകം നമ്മൾ അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മളൊരു കാര്യം കാണുന്നുണ്ട്. 3:15 ആ സഭ, നമുക്കറിയാം ലബോദിക്ക സഭ. ഈ 2 സഭയെക്കുറിച്ച് വളരെ ശക്തമായിട്ട്, മാനസാന്തരത്തെക്കുറിച്ച് വളരെ കാര്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ ആലോചിച്ച് ചോദിക്കണം, പൗലോസ് അപ്പോസ്തലൻ എഫേസിലായിരുന്ന സമയത്ത് ഈ എഫേസി സഭയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി താൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ് നമ്മൾ എഫേസി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ഉം 15-ഉം വാക്യങ്ങളിൽ വായിക്കുന്നത്. അവിടെ ഇങ്ങനെ വായിക്കുന്നത്, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി അതിൻ്റെ വീതിയും നീളവും ഉയരവും ആഴവും സകല വിശുദ്ധന്മാരോടുകൂടി ഗ്രഹിപ്പാൻ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയാൻ നിങ്ങൾ പ്രാപ്തരാകണം. സഹോദരന്മാരെ, അവർ കൂടിയ സമയത്ത് ആ സ്നേഹം ഉണ്ടായിരുന്നു. അവരുടെ ആ സ്നേഹം തണുത്തുപോയി. ആ സ്നേഹത്തിലേക്ക് വീണ്ടും അവർ കടന്നു വരുവാനായിട്ടാണ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താ? നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ ലോകത്തിലെ ഭൗതിക കാര്യങ്ങളുടെ ആവശ്യങ്ങൾ. അത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അപ്പോസ്തലൻ്റെ പ്രാർത്ഥനയുടെ പ്രധാനമായ ലക്ഷ്യം തൻ്റെ സഭയിലുണ്ടായിരിക്കുന്ന ഓരോ വിശ്വാസികളും അപ്പോസ്തലനായ പൗലോസ് ദൈവത്തെ എങ്ങനെ സ്നേഹിക്കുന്നോ, എങ്ങനെ ദൈവത്തെ ആരാധിക്കുന്നോ, എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുന്നോ, എൻ്റെ ഓരോ വിശ്വാസികളും അങ്ങനെ ആയിരിക്കണമെന്നുള്ളൊരു ഭാരമായിരുന്നു തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത്. അവിടെ നിൽക്കുന്നത് സകല വിശുദ്ധന്മാരോടുകൂടി ദൈവത്തിൻ്റെ സ്നേഹത്തെ അറിയും. എങ്ങനെ ഈ സകല വിശുദ്ധന്മാരോടുകൂടി അറിയുന്നത്? ഞാൻ ആരും ചെയ്യട്ടെ, അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് തന്നെ നമ്മൾ ചിന്തിക്കാം. ദൈവത്തിൻ്റെ വിശുദ്ധനായിരുന്നു. താൻ്റെ കാരാഹൃദയത്തിലാണ് കിടക്കുന്നത്. ദൈവത്തോടുള്ള സ്നേഹത്തിന് തനിക്ക് കുറവുണ്ടോ? ദൈവത്തോടുള്ള സ്നേഹത്തിന് തനിക്ക് കുറവുണ്ടോ? അവിടെ കിടന്നുകൊണ്ടും അവിടെ വരുന്നവരോട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞവരെ രക്ഷയിലേക്ക് നയിക്കുന്നു. മറ്റ് സഭകളെക്കുറിച്ച് തൻ്റെ ബുദ്ധിമുട്ടുള്ള തൻ്റെ ഭാരം, മറ്റ് സഭകളെക്കുറിച്ചുള്ള ഒരു ആത്മീയ ഭാരം തൻ്റെ ഹൃദയത്തെ ഭരിച്ചുകൊണ്ടിരുന്നു. എവിടെ കിടക്കുമ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, സഹോദരന്മാരെ, റോമ ഗവൺമെൻറ് തൻ്റെ തല വെട്ടാനുള്ള വാള് സൈഡിൽ തേച്ച് മിനുക്കി മൂലയ്ക്ക് വെച്ചേക്കുക. ഇത് കണ്ടോണ്ടാ എൻ്റെ ഇങ്ങനെ പറഞ്ഞത് പൗലോസ് പറഞ്ഞ്, ഞാൻ പാനീയയാഗമാവുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പാനീയയാഗമായ ഒരു വ്യക്തി. ആർക്ക് വേണ്ടി? സഭയ്ക്ക് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി, വിശ്വാസ ജീവിതത്തിന് വേണ്ടി ഞാൻ പാനീയയാകുന്നു. എൻ്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്ന നമ്മൾ ആ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ സുസ്മാരെ താനത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് തൻ്റെ ജീവിതത്തിൽ തൻ്റെ തല വെട്ടാൻ പോകുന്നതിനെക്കുറിച്ചോ തൻ്റെ മരണത്തെക്കുറിച്ചൊന്നുമല്ല തൻ്റെ ഭാരം. തനിക്കറിയാം താൻ മരിച്ചാൽ താൻ ദൈവത്തോടു കൂടെ വസിക്കുമെന്നറിയാം. പക്ഷേ താൻ രക്ഷയിലേക്ക് കൊണ്ടുവന്ന ഓരോ വ്യക്തികളും അങ്ങനെ ആയിരിക്കണം. താൻ അവിടെ ഇരുന്ന് കത്തെഴുതുന്നു, ലേഖനങ്ങൾ എഴുതുന്നു, അവരെ പ്രബോധിപ്പിക്കുന്നു, അവരെ ഉത്സാഹിപ്പിക്കുന്നു. എത്ര വലിയ ഭാരമാണ് എന്നാലോചിച്ച് നോക്കി. ആ ദൈവത്തോടുള്ള സ്നേഹമാത്. അവർ പറഞ്ഞാൽ ആ സകല വിശുദ്ധന്മാരിലൂടെ അവൻ്റെ സ്നേഹത്തെ നമ്മൾ അറിയാമെന്ന് പറഞ്ഞാൽ കണ്ടോ, കഷ്ടതയിലായിരുന്ന സമയത്ത് പത്രോസും എന്നാ പറഞ്ഞത്? പത്രോസും പറഞ്ഞത്, നിങ്ങളെല്ലാം ഒരിക്കൽ ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞാണ് നിങ്ങളെ ഓർപ്പിച്ച് ഉണർത്തുവാൻ ഞാൻ ഉത്സാഹിപ്പിക്കുന്നു. എവിടെ കിടന്നുകൊണ്ടാ? താനും അടുത്ത നിമിഷം തൻ്റെ തല വെട്ടാൻ പോവുക. അതൊന്നും തനിക്ക് ഭാരമല്ലായിരുന്നു. അത് പറഞ്ഞ് സകല വിശുദ്ധന്മാരോടുകൂടി. അപ്പോൾ ഈ വിശുദ്ധന്മാരിലുണ്ടായിരുന്ന ദൈവത്തിൻ്റെ സ്നേഹമായിരുന്നു ഇതെല്ലാം സഹിക്കുവാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് എന്താ ബുദ്ധിമുട്ട്? നമുക്കിന്ന് നമ്മുടെ ഭൗതിക കാര്യങ്ങളാണ് ബുദ്ധിമുട്ട്. ആത്മീയ കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഭാരമൊന്നുമില്ല. അങ്ങനെ ഭാരം ഉണ്ടെങ്കിൽ നമ്മൾ വളർന്ന് വന്നേനെ. അവിടെ നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മൾ ക്രിസ്തുവിൻ്റെ തലയോളം നമ്മൾ സ്ഥലത്തിൽ വളരാൻ ഇടയെത്തിയത്. നമ്മളതിൻ്റെ 3:15 വാക്യം ഒന്ന് വായിക്കാം. ലബോദിക്കയിലെ സഭയുടെ ഇങ്ങനെ അതിന് 14 വായിക്കാം. ലബോദിക്കയിലെ സഭയുടെ ദൂതനെ എഴുതുക, വിശ്വസ്തനും സത്യവാനും സാക്ഷിയുമായ ദൈവസൃഷ്ടിയുടെ ആരംഭവും ആയവൻ എന്നുള്ളവൻ അരുളിച്ചെയ്യുന്നു, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. നീ തീഷ്ണവാനും അല്ല, നീ ഉഷ്ണവാനും തീഷ്ണവാനും അല്ല, തീഷ്ണവാനും ഉഷ്ണവാനും ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇങ്ങനെ തീഷ്ണവാനുമല്ല ഉഷ്ണവാനുമല്ല, തീഷ്ണവാനാകിയാൽ ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഊണ് കളയും. നീ തീഷ്ണവാനായിരുന്നെങ്കിലും കൊള്ളായിരുന്നു. നീ തീഷ്ണവാനുമല്ല ഉഷ്ണവാനുമല്ല, രണ്ടും കെട്ട ഒരവസ്ഥയിൽ ഇപ്പോൾ ആയിരിക്കുന്നത്. അവിടെ അവരോട് പറയാണ്, നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് ഊണ് കളയും.
ബയൽ എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ ക്രിസ്തുവിൻ്റെ സഭയാണ്. സഭയിൽ നിന്ന് ഞാൻ നിന്നെ ഊണ് കളയും. ഇന്ന് പലരെയും സഭയിൽ നിന്ന് ഊണ് കളഞ്ഞിരിക്കുക. എന്നിട്ടും അവർ ചിന്തിക്കുന്നത് ഞങ്ങൾ ആത്മീയരാണ്. അതിൻ്റെ അളവുകോല് ചില കൂട്ടർ അംഗീകരിക്കുന്നത് 2 വാക്ക് അന്യഭാഷ പറഞ്ഞാൽ ഞങ്ങൾ ആത്മീയരാണെന്നും അവരെ അത് മുഖാന്തരം ഉത്സാഹിപ്പിക്കുന്ന പരിജ്ഞാനമില്ലാത്ത വിവേകമില്ലാത്ത നേതൃത്വവും ഇന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു നമ്മൾ പലപ്പോഴും കേട്ടുള്ള കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 13-ാം അധ്യായത്തിൽ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന വാക്യമാണ്. പക്ഷേ നമ്മൾ ഉത്സാഹമുള്ളവരാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് ഒരു വിരസത ഉണ്ടാകത്തില്ല. അത് കേൾക്കുമ്പോൾ നമുക്ക് ഉത്സാഹമുണ്ടാകും. നമ്മളെ ഒന്ന് ശോധന ചെയ്യാൻ വേണ്ടിയാണ് അവിടെ ഇങ്ങനെ വരയ്ക്കുന്നത്. 13-ാം അധ്യായത്തിൽ 1-ാം വാക്യം, ഞാൻ മനുഷ്യരുടെയോ ദൂതന്മാരുടെയോ ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്നത് ചെമ്പോ ചിലമ്പുന്നത് കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനമുണ്ടായി സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്കമുള്ള വിശ്വാസമുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഏതുമില്ല. സഹോദരന്മാരെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരുപക്ഷെ ദൂതന്മാരുടെ ഭാഷകളിൽ വരെ സംസാരിക്കാൻ കഴിഞ്ഞെന്ന് വരാം. എൻ്റെ ശരീരം ചുടാനുള്ള വിശ്വാസം എനിക്കുണ്ടായെന്ന് വരാം. പക്ഷേ സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല. നമുക്കറിയാം, തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം അവൻ ലോകത്തെ സ്നേഹിച്ചു. സഹോദരന്മാരെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. തൻ്റെ ഏകജാതനായ പുത്രൻ, തൻ്റെ ഓമന പുത്രനെ നൽകുവാൻ തക്കവണ്ണമാണ് നമ്മൾ അത് ചിന്തിക്കുമ്പോൾ എന്നെ സ്നേഹിച്ചു എന്ന് വേണം ലോകത്തെ എന്നുള്ളതിന് വാക്ക് നമ്മൾ വിട്ടിട്ട് ഓരോരുത്തരും നമ്മൾ ഏറ്റെടുക്കേണ്ടത് ഇങ്ങനെയാണ്. എന്നെ സ്നേഹിക്കുവാനായിട്ടാണ് തൻ്റെ ഏകപുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് എൻ്റെ പാപം മുഴുവൻ അവൻ്റെ മേലാക്കി അവൻ കാൽവറി ക്രൂശിൽ 2 സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ 2 കള്ളന്മാരുടെ നടുവിൽ ഒരു നീചനെ പോലെ. നമുക്കറിയാം, ക്രൂശ് മരണം റോമാ ഗവൺമെൻറ് കൊടുക്കുന്നത് ആർക്കായിരുന്നു? സഹോദരന്മാരെ, ഏറ്റവും നിഷ്ഠമായ ഒരു മരണമാണ് കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് നമുക്ക് വേണ്ടി അവിടുന്ന് ഏറ്റെടുത്തത്, സ്വീകരിച്ചത്. ഇത് നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തെ എങ്ങനെ മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിയും? എങ്ങനെ ഞാൻ ഈ കാര്യം ചോദിക്കട്ടെ, ഈ സ്നേഹം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ പാപത്തോട് നമുക്ക് എതിർത്ത് നിൽക്കാതിരിക്കാനായിട്ട് കഴിയത്തില്ല. പാപത്തെ വിട്ട് നമുക്ക് ഓടാതിരിക്കാൻ കഴിയത്തില്ല. പാപം നമുക്ക് ഒരു വെറുപ്പായിത്തീരും. സഹോദരന്മാരെ, ആ ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തിന് യഹോവത്തി ജ്ഞാനത്തിൻ്റെ ആരംഭം, അതാചരിക്കുന്ന ഏവനും നല്ല ബുദ്ധിയുണ്ട്. യഹോവയോടുള്ള ഭയം, ദൈവത്തോടുള്ള ഭയം നിമിത്തം ദോഷങ്ങളെ, തിന്മകളെ, പാപങ്ങളെ വിട്ടോടാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏത് സമയത്തും നമ്മുടെ ഹൃദയത്തിൽ മന്ത്രിക്കുന്നുണ്ട്. നമുക്ക് ആ ആത്മാവിൻ്റെ ശബ്ദത്തോട് പ്രതികരിക്കാൻ കഴിയുന്നുണ്ടോ? ആത്മാവിന് വിധേയപ്പെടാൻ കഴിയുന്നുണ്ടോ? ആത്മാവിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ കഴിയുന്നവർക്ക് മാത്രമേ ഈ വഴി ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതിനെ സ്നേഹമാവുന്നു. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതിനെ നമ്മളതിനെക്കുറിച്ച് ഒരു വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ആവർത്തന പുസ്തകം നമ്മൾ വായിക്കുമ്പം അതിൻ്റെ 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പം 6-ന്റെ 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 5-ാമത്തെ വാക്യം. മതി. ഇവിടെ പറഞ്ഞിരിക്കുന്ന എങ്ങനെ ചെയ്യണമെന്ന് അറിയിക്കുന്നത്, നിൻ്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിൽ ഇരിക്കണം. സഹോദരന്മാരെ, വചനം ഹൃദയത്തിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ വചനം നമ്മൾ ധ്യാനിക്കുന്നവരായിരിക്കണം. നമ്മൾ അവിടെ കേട്ടെങ്ങനെയാണ്? നിങ്ങൾ ഇരിക്കുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ, വഴി നടക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനത്താൽ നിറയപ്പെട്ടവരായിരിക്കണം. ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ പാപം ചെയ്യാൻ നമുക്ക് കഴിയത്തില്ല. കാരണം ഓരോ പരീക്ഷയുടെ മുമ്പാകെയും ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തും. ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു, അതായത് താൻ 40 ദിവസവും ഉപവാസം കഴിഞ്ഞു തന്നെ പരീക്ഷകൻ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയ സമയത്ത് ഈ കല്ല് അപ്പമായി തീരാൻ പറഞ്ഞു. കഠിന വിശപ്പിലായിരുന്ന സമയത്താണ്
അപ്പോൾ സാത്താന് മനസ്സിലായി യേശുവിന് വിശക്കുന്നുണ്ട്. യേശുവിനാ പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നീ അറിയുന്നില്ലയോ? സഹോദരന്മാരെ, നമ്മുടെയും ജീവിതത്തിൽ വിവിധങ്ങളാകുന്ന മോഹങ്ങൾ, വിവിധങ്ങളാകുന്ന പരീക്ഷകൾ, വിവിധങ്ങളാകുന്ന ചിന്താക്കുഴപ്പം നമ്മുടെ ഹൃദയത്തിൽ വരും. ഇവിടെയെല്ലാം നമ്മൾ ക്ഷീണിക്കുമ്പോഴാണ്, നമുക്ക് ക്ഷീണം സംഭവിക്കുമ്പോഴാണ് പരീക്ഷകൾ നമ്മുടെ അടുക്ക് വരുന്നത്. എങ്ങനെ ക്ഷീണിക്കുമ്പോൾ? ശാരീരിക ക്ഷീണമല്ല, ആത്മീയ ക്ഷീണം. ദൈവത്തോടുള്ള സ്നേഹം നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ തെളിവ്. സഹോദരന്മാരെ, നമ്മളെ ഏതെങ്കിലും വിട്ടുകളഞ്ഞ ഏതെങ്കിലും പാപം നമ്മളെ ഇന്ന് സ്വാധീനിക്കുന്നുണ്ടോ, നമ്മളെ നിയന്ത്രിക്കുന്നുണ്ടോ, നമ്മളെ ഭരിക്കുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ പരിശോധിച്ചാൽ മാത്രം മതി നമുക്കത് തിരിച്ചറിയാനായിട്ട് കഴിയും. ഒരു കാലത്ത് നമ്മൾ വിജയം വരിച്ച കാര്യങ്ങൾ ഇന്ന് നമ്മളെ നിയന്ത്രിക്കുകയാണോ, അതോ നമ്മളെ ദൈവത്തിന് അന്യപ്പെടുത്തുകയാണോ ചെയ്യുന്നതെങ്കിൽ നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ റോമാലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അതായത് അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളിൽ, സ്നേഹമല്ലാതെ നമ്മളൊന്നും ആരോടും കടപ്പെടരുത്. സ്നേഹമാണ് നമ്മുടെ കടപ്പാട്. സ്നേഹമായിരിക്കണം നമ്മുടെ കടപ്പാട്. സ്നേഹമല്ലാതെ ഒന്നും നമ്മൾ ആഗ്രഹിക്കരുത്. സ്നേഹം മാത്രമായിരിക്കണം. ദൈവം നമുക്ക് കാണിച്ചു തന്ന മാതൃക ഇതാണ്. അതുപോലെ തന്നെ നമ്മൾ യിരെമ്യാ പ്രവചന പുസ്തകം നമ്മൾ വായിക്കുമ്പം നമുക്കൊരു കാര്യം, അതിൻ്റെ 2-ാം അധ്യായം, യിരെമ്യാ പ്രവചനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 2 തൊട്ടുള്ള വാക്യങ്ങൾ. ആ ആ ആ മതി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, നീ ചെന്ന് യെരുശലേമിലൊക്കെയും വിളിച്ച് പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ച് നടന്നു. നിൻ്റെ യൗവനത്തിലുള്ള ഭക്തിയും വിവാഹനിശ്ചയം ചെയ്ത കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. ഇസ്രായേലിനോടായി കാര്യം പറയുന്നത്. അവിടെ പറഞ്ഞ ഇസ്രായേൽ അവൻ്റെ വിളവിൻ്റെ ആദിഫലമായിരുന്നു. ആരുടെ? ദൈവത്തിൻ്റെ വിളവിൻ്റെ ആദിഫലമായിരുന്നു ഇസ്രായേൽ. അവരോട് പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് നീ എന്നെ അനുഗമിച്ച് നടന്നു. അതെന്തായിരുന്നു? അവർക്ക് ഒരു വിധേയമില്ലാത്ത ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അവർ മിസ്രയീമിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് കനാനിൽ മരുഭൂമിയിലേക്ക് പ്രവേശിച്ചപ്പോൾ നമുക്കറിയാം, കനാനിലായിരുന്നു അവർക്ക് വിതയും കൊയ്ത്തും ഒക്കെ ലഭിക്കാനായിട്ട് ഇടയെത്തിയിരുന്നത്. മരുഭൂമിയിൽ അവർക്ക് വിതയൊന്നുമില്ലായിരുന്നു. പക്ഷേ അവിടെ പലരും ദൈവത്തെ അനുഗമിച്ച് നടന്ന കാര്യം ദൈവം ഓർക്കുന്നുണ്ട്. അവിടെ പറയുന്ന നീ എന്നെ അനുഗമിച്ച് നടന്നു, നിൻ്റെ യൗവനത്തിലുള്ള ഭക്തിയും വിവാഹനിശ്ചയം ചെയ്ത കാലത്തുള്ള സ്നേഹവും ഞാൻ ഓർക്കുന്നു. സഹോദരന്മാരെ, ഇന്നൊരു പുരുഷൻ ഒരു സ്ത്രീയെ പോയി കാണുന്നു, ഒരു വിവാഹനിശ്ചയം ചെയ്യുന്നു. അവർ തമ്മിലുള്ള സ്നേഹം എത്ര വലുതാണ്! ഓരോ ദിവസവും കഴിയും തോറും അവരുടെ സ്നേഹം വർദ്ധിച്ചു വരികയാണ്. നമ്മളിങ്ങനെ തന്നെ ബൈബിൾ നോക്കുമ്പോൾ യാക്കോബ് നമുക്കറിയാം, ലാബാൻ്റെ ഭവനത്തിൽ പോയി. ലാബാൻ എന്ത് ചെയ്ത്? അനിയത്തിയെ കാണിച്ച് ചേട്ടത്തിയെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം. എന്നാൽ വീണ്ടും അവളോടുള്ള സ്നേഹം നിമിത്തം തൻ്റെ ആ 7 വർഷക്കാലം അല്പകാലം പോലെ യാക്കോബിന് തോന്നി. സഹോദരന്മാരെ, നമ്മുടെ ദൈവത്തോടുള്ള സ്നേഹം നിമിത്തം നമ്മുടെ പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, നമ്മളുടെ അപമാനങ്ങൾ, നിന്ദകൾ എല്ലാം നമുക്ക് ഒരല്പകാലം പോലെ നമുക്ക് തോന്നാനായിട്ട് ഇടയായിത്തീരും. യാക്കോബിൻ്റെ ജീവിതത്തിൽ അങ്ങനെയായിരുന്നു. കാരണം നമുക്ക് യാക്കോബിനെക്കുറിച്ച് അറിയാം. യാക്കോബ് ഒരു ഉപായിയായിരുന്നു. യാക്കോബ് മറ്റുള്ളവരെ തട്ടിച്ചു. യാക്കോബിനെ തട്ടിപ്പിൽ, അതായത് ജഡത്തിൽ നാശം വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും. അത് യാക്കോബായാലും ഞാനായാലും നിങ്ങളായാലും ആരായാലും അതങ്ങനെ തന്നെയാണ്. നമ്മളെ വിളിച്ചത് ആത്മാവിൽ വിതയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ വിളിച്ചത്. അപ്പം നമ്മുടെ ജീവിതവും വിതയും അങ്ങനെ ആയിരിക്കണം. അവിടെ പറയുന്ന ഇസ്രായേൽ ദൈവത്തിൻ്റെ ആദ്യ വിളവായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം യാക്കോബിൻ്റെ കാര്യത്തിൽ വായിച്ചപ്പം നാം ഒരുവിധം ആദ്യ ഫലം ആകേണ്ടതിന് ഇന്ന് വീണ്ടും ജനിക്കപ്പെട്ട നമ്മളാണ് ദൈവത്തിൻ്റെ ആദ്യ ഫലം. അവിടെ വളരെ വ്യക്തമായിട്ടിരിക്കുന്നത്, നിങ്ങൾ യാക്കോബ് ലേഖനം 1:18 ഇങ്ങനെ വായിക്കുന്നത്, നിങ്ങൾ ഒരുവിധം ആദ്യ ഫലം ആകേണ്ടതിന്.
ഇന്ന് നമ്മളാ വീണ്ടും ജനിക്കപ്പെട്ട നമ്മൾ ക്രിസ്തുവിൻ്റെ ആദിഫലമാണ്. അപ്പോൾ അങ്ങനാണെങ്കിൽ നാം അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകളായി നിങ്ങളെ വിവാഹനിശ്ചയം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. കൊരിന്ത്യർ സഭയിലുള്ള വിശ്വാസികൾ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട നമ്മളെല്ലാം എന്ത് ചെയ്ത് ഒരു വിവാഹനിശ്ചയം ചെയ്തുവരാ. ആരുമായിട്ട്? നമ്മുടെ ആത്മമണവാളനുമായിട്ട്. അതെ, ഞാൻ നിന്നെ എൻ്റെ കർത്താവായി എൻ്റെ രക്ഷകനായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് നാം പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരന്മാരെ, നമ്മൾ നമ്മുടെ ആത്മമണവാളിൻ്റെ ആ വരവിന് വേണ്ടി ഒരുങ്ങി കാക്കുന്നവരായിരിക്കും. പാപം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ ഇതെൻ്റെ ആത്മമണവാളൻ എന്നെ വേളി കഴിക്കുന്നതിന് തടസ്സമാണ്. ഒരു സ്ത്രീ, ഒരു വിവാഹനിശ്ചയം ചെയ്ത സ്ത്രീ വേറെ ആ സ്ത്രീ ആട്ടെ പുരുഷനാട്ടെ അന്യൊരു സ്ത്രീയോ അന്യൊരു പുരുഷനെയോ അവർക്ക് സ്നേഹിക്കാനായിട്ട് കഴിയത്തില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, വിവാഹനിശ്ചയം കഴിഞ്ഞവരും അല്ലെ ആദ്യകാലത്തെ വിവാഹ സമയത്തുണ്ടായിരുന്ന ഭാര്യ ഭർത്തൃ ബന്ധത്തിലുണ്ടായിരുന്ന സ്നേഹം. ഭർത്താവിന് തലവേദനയാണ്, ഭാര്യ അടുത്തിരിക്കാൻ തയ്യാറായിരുന്നു അല്ലേ? ഭാര്യയ്ക്ക് തലവേദനയാണ്, ഭർത്താവ് അടുത്തിരിക്കാനും തയ്യാറായിരുന്നു. അതൊക്കെ എവിടേക്കോ കൈമോശം സംഭവിച്ചു സഹോദരന്മാരെ. അതൊക്കെ എവിടേക്കോ കൈമോശം സംഭവിച്ചു. ആദ്യം ഒരു ഗ്ലാസ് ചായ രാത്രി 12 മണിക്ക് ഇട്ട് കൊടുക്കാൻ ഭാര്യയ്ക്ക് സ്നേഹം കൊണ്ട് ഒരു ഭാരവുമില്ലായിരുന്നു. ഇന്ന് നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യും. അതാണ് ദൈവത്തോടുള്ള സ്നേഹവും മനുഷ്യനോടുള്ള സ്നേഹവും നഷ്ടപ്പെട്ടിരിക്കുക. നമ്മളെ ഈ സ്നേഹത്തിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഉത്സാഹിപ്പിക്കുന്നത്, നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതാ, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകളായി ഏൽപ്പിക്കാൻ നിങ്ങളെ വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്നു. അവ്വായെ ഉവായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. തൻ്റെ ഭയം എന്തായിരുന്നു? തൻ്റെ സഭയിലുണ്ടായിരുന്ന വിശ്വാസികളുടെ ഹൃദയം മനസ്സും ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുമോ, ദൈവത്തിൽ നിന്ന് അകന്നു പോകുമോ എന്നുള്ള ഭാരമായിരുന്നു. ഇന്ന് സഭയിൽ നേതൃത്വത്തിൽ നിൽക്കുന്നവർക്കുള്ള ഭാരം അതല്ല സഹോദരന്മാരെ. ഓരോ മീറ്റിംഗ് കഴിയും തോറും എൻ്റെ കീശ വീർക്കണം, എൻ്റെ ഭൗതിക കാര്യങ്ങൾ നടക്കണം. അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന വിശ്വാസികൾ പാപം ചെയ്താലും അവർ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ക്ഷീണിച്ചു പോയാലും അവർക്ക് ആത്മീയ ക്ഷീണം സംഭവിച്ചാലും എനിക്ക് ഭാരമില്ല. എന്താ, ഞാനൊരു സത്യം സഹോദരന്മാരെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ ഉള്ളിൽ ഒരാഗ്രഹമുണ്ട്, ഞാൻ നിങ്ങളോട് തുറന്നു പറയാം. എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തികൾ പോലും ദൈവസന്നിൽ ലജ്ജിപ്പാനായിട്ടോ തലകുനിച്ച് നിൽക്കാനായിട്ടോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മുടെ ദൈവവും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ അങ്ങനെ ആയിരിക്കണം, നമുക്ക് ആത്മഭാരമുള്ളവരായിരിക്കണം. അല്ലാതെ നമ്മളൊരു പ്രസംഗം പറയുന്നവരായിട്ടല്ല. നമ്മുടെ സഭയിലുള്ള ദൈവത്തിന് വേണ്ടി വായിക്കുന്ന നിങ്ങൾ ഫിലിപ്പിയിലെ വായിക്കുന്ന നിങ്ങൾ സ്നേഹത്തിൽ അതിൻ്റെ ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം നമുക്ക് എടുക്കാം. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം. നമ്മളിതെല്ലാം ഒരു പ്രാവശ്യം നമ്മൾ ചിന്തിച്ചിട്ടുള്ളവരാണ് എന്നുള്ള സത്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരു പ്രാവശ്യം കൂടെ അത് ചിന്തിക്കണം എന്നുള്ള ഒരു ബോധ്യം എൻ്റെ ഹൃദയത്തിൽ തന്നുകൊണ്ടാണ് ഞാൻ അത് പറയാനായിട്ട് ഇടയായി തീർന്നത്. അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്ന 9 വാക്യം, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിൽ സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ അഭേദങ്ങളെ അറിയണം എന്ന് ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിങ്ങൾ നിർമ്മലരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും ആയിട്ടും ക്രിസ്തുവിൽ നീതിബലം നിറഞ്ഞവരായിത്തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം? സ്നേഹത്തിൽ നിങ്ങൾ മേൽക്കുമേൽ വർദ്ധിച്ചു വരണം. എന്നിട്ട് വിവേചിക്കണം. നമ്മൾ വിവേചിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കണം. അതായത് ദൈവത്തിൻ്റെ സ്നേഹവും മനുഷ്യൻ്റെ സ്നേഹവും ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരന്മാരെ, നമ്മൾ ദൈവത്തിൻ്റെ വേദി വായിക്കുന്നു. അതായത് എബ്രായലേഖനത്തിൽ ഞാൻ തോന്നും, അതായത് ദൈവത്തിലുള്ളതും മനുഷ്യനുള്ളതും നമ്മൾ വിവേചിച്ച് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹമാണോ? ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താ? ആ സ്നേഹത്തിൻ്റെ നിർവചനം എന്താ? നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നു, സ്നേഹം ദീർഘമായിട്ട് ക്ഷമിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മളൊരു സമയത്ത് ദീർഘമായിട്ട് ക്ഷമിച്ചവരായിരുന്നു. നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുള്ള ബന്ധത്തിൽ, നമ്മുടെ സഭയിലുള്ള ബന്ധത്തിൽ നമുക്ക് ദീർഘമായി ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ? അനീതിയിൽ സന്തോഷിക്കാത്ത സ്നേഹം. ഒരു സഹോദരനോ ഒരു സഹോദരിയോ അനീതിയായൊരു കാര്യങ്ങൾ ചെയ്യുന്നു എന്നറിഞ്ഞു, അതിൽ നമുക്ക് സന്തോഷമല്ല, അതിൽ നമുക്ക് ദുഃഖമാണ് ഉണ്ടാകേണ്ട സഹോദരന്മാരെ. ആ വ്യക്തിയെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക്
അടുപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അവിടെ നിന്ന് അനീതിയിൽ സന്തോഷിക്കാത്ത സ്നേഹം. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു. സ്നേഹം, നമ്മൾ ആ വാക്യം വായിക്കാം, കൊരിന്തി ലേഖനം 1 കൊരിന്തി ലേഖനം ഇതിനകത്ത് തോന്നുന്നു നമ്മൾ ആ കാര്യം ചിന്തിക്കുന്നത്. അതായത് എടുത്തവർക്ക് വായിക്കാം ആ വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അവിടെ അതിൻ്റെ ഇതിങ്ങനെയാണ് പറയുന്നത്. അതിൻ്റെ 13-ാം അധ്യായത്തിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 4-ാമത്തെ വാക്യം, സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല. സ്നേഹത്തിന് ചീർത്തിരിക്കാനായിട്ട് കഴിയത്തില്ല. ഏത് സ്നേഹത്തിന്? ദൈവം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ പകർന്ന ഈ സ്നേഹത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. സഹോദരന്മാരെ, മനുഷ്യൻ്റെ സ്നേഹത്തിന് ചീർപ്പുണ്ട്, മനുഷ്യൻ്റെ സ്നേഹത്തിന് പരിധികളുണ്ട്, പരിമിതികളുണ്ട്, അതിരുകളുണ്ട്, വരമ്പുകളുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹത്തിന് പരിധിയില്ല. ദൈവം ഏത് പാപിയെയും സ്നേഹിക്കുന്നു, എത്ര കഠിന പാപിയെയും ദൈവം സ്നേഹിക്കുന്നു. ഇവിടെ സ്നേഹം ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല. ദൈവത്തെ സ്നേഹിക്കുന്നൊരു വ്യക്തിക്ക് അയോഗ്യമായി നടക്കാൻ കഴിയുമോ? യോഗ്യമല്ലാത്ത നടപ്പാണ് അയോഗ്യമായ നടപ്പ്. അങ്ങനെ നടക്കാനായിട്ട് കഴിയത്തില്ല. അവിടെ ഇങ്ങനെ സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല. സ്വാർത്ഥമായ കാര്യങ്ങൾ, അതായത് എൻ്റെ കാര്യങ്ങൾ മാത്രം, അങ്ങനെ ചിന്തിക്കാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് കഴിയത്തില്ല. അവന് ചെലവായിരിക്കാനും കഴിയത്തുള്ളൂ. അവൻ എപ്പോഴും തകർക്കപ്പെട്ടവനും ഞുറുക്കപ്പെട്ടവനുമായിരിക്കും. സൈസ്മാരെ, അവനൊന്നും പിടിച്ചു വെക്കാനായിട്ട് കഴിയത്തില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന സ്നേഹം ദേഷ്യപ്പെടുന്നില്ല. സ്നേഹത്തിൻ്റെ പ്രത്യേകത ദേഷ്യം. ഞാനും സൈസ്മാരെ വളരെ ശക്തനായി കോപിച്ച ഒരു മുൻകോപിയായ ഒരു മനുഷ്യനാണ്. ഇന്ന് കോപത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് എനിക്ക് പരിപൂർണമായൊരു വിടുതൽ ലഭിച്ചു എന്നല്ല നിങ്ങളോട് പറയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ആ മേഖലയിൽ രൂപാന്തരപ്പെടുത്തുന്നത് ആത്മാവിൽ എനിക്ക് അനുഭവിക്കാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ള കാര്യത്തിന് സംശയമില്ല. സ്നേഹം ദേഷ്യപ്പെടുന്നില്ല. നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹത്തിന് ദേഷ്യപ്പെടാനായിട്ട് കഴിയത്തില്ല. അവിടെ എങ്ങനെയാണ് സ്നേഹം ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല എന്ന് വെച്ചാൽ എങ്ങനെയാണ് ദോഷം കണക്കിടുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കെങ്ങനെ ആ വാക്കുകൊണ്ട് മനസ്സിലാക്കുന്നത്? സഹോദരന്മാരെ, നമ്മളൊരു മനുഷ്യനോട് ക്ഷമിച്ചൊരു കാര്യത്തിൽ അതേ കാര്യം തന്നെ ആ മനുഷ്യൻ വീണ്ടും നമ്മളോട് ചെയ്തു. നമ്മളിങ്ങനെ പറയുമോ? അല്ലേലും എനിക്കറിയായിരുന്നു നീ അത് തന്നെ ചെയ്തു. അങ്ങനെ പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം, ദൈവത്തിൻ്റെ സ്നേഹമല്ല നമ്മളിലുള്ളത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ദൈവം നമ്മളോട് എത്ര പ്രാവശ്യം അങ്ങനെ പറയണമായിരുന്നു? നിങ്ങൾ പറ. ഇവിടെ ഇരിക്കുന്ന നമ്മളോട് ദൈവം എത്ര പ്രാവശ്യം ഇത് പറയണമായിരുന്നു? നമ്മൾ എത്രയോ പ്രാവശ്യം ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു, നിൻ്റെ വഴി നടക്കാൻ ആഗ്രഹിക്കുന്നു, നിനക്ക് വേണ്ടി ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു, എൻ്റെ ചിന്തകളെല്ലാം യാഗമാക്കുന്നു, എന്നെ തന്നെ ഞാൻ നിനക്ക് ഏൽപ്പിക്കുന്നു പറഞ്ഞ ശേഷവും നമ്മൾ പല കാര്യങ്ങൾ വീഴ്ച വന്നു. ദൈവം നമ്മളോട് ചോദിച്ചോ? നമ്മുടെ പ്രകൃതം നന്നായിട്ട് അറിഞ്ഞിട്ടാണ് നമ്മളെ വീണ്ടെടുത്തത്. നാളെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു, നാളെ നമ്മൾ എന്തായിരിക്കുമെന്നും നമ്മളെ വീണ്ടെടുത്തവൻ കണ്ടു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. സഹോദരന്മാരെ, നമ്മളും ഇങ്ങനെ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് അവൻ നമ്മളോട് ക്ഷമിച്ചതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരോടും ക്ഷമിക്കണം. ദൈവം നമ്മളോട് ക്ഷമിച്ചത് പൂർണ്ണമായിട്ടാണെങ്കിൽ ഭാര്യയോടാകട്ടെ, മക്കളോടാകട്ടെ, സഹോദരന്മാരോടാകട്ടെ, അയലോക്കംകാരോടാകട്ടെ, മറ്റ് സഹോദര വിശ്വാസികളോടാകട്ടെ, സ്നേഹിക്കുന്നത് പൂർണ്ണമായിരിക്കണം, ക്ഷമിക്കുന്നത് പൂർണ്ണമായിരിക്കണം നമ്മൾ ജീവിതത്തിൽ. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ക്ഷമിച്ചതുപോലെ ഞാൻ നിങ്ങളോട് ക്ഷമിക്കുമെന്ന് അറിയിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും വാക്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതേ അളവിൽ തന്നെ നമുക്കും ലഭിക്കത്തുള്ളൂ. നമ്മൾ പൂർണ്ണമായിട്ട് ക്ഷമിച്ചാൽ ദൈവം നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ കണ്ടു, അനീതി സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു, ഒരു നാളും ഉതിർന്നു പോകുകയില്ല. പ്രവചനപരം നീങ്ങിപ്പോകും, ഭാഷാപരം നീങ്ങിപ്പോകും, ജ്ഞാനം നീങ്ങിപ്പോകും, എല്ലാം നീങ്ങിപ്പോകും. എല്ലാം അത് അംശമായി മാത്രമേ നാം അറിയുന്നുള്ളൂ, അംശമായി മാത്രമേ നാം പ്രവചിക്കുന്നുള്ളൂ. എന്നാൽ സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുന്നില്ല സഹോദരന്മാരെ, അത് എന്നേക്കും നിലനിൽക്കുന്ന. അതുപോലെ നമ്മൾ 2 കൊരിന്തി ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൽ ഒരു വാക്യം കൂടെ നമുക്ക് ചിന്തിക്കാം. 2 കൊരിന്തി ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16 തൊട്ടുള്ള വാക്യങ്ങളാണെന്ന് തോന്നും. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നു എന്നുള്ളൊരു വാക്യമുണ്ട്. 2 കൊരിന്തി ലേഖനം അതിൻ്റെ 13
ഞങ്ങൾ സുബോധമുള്ളവർ എങ്കിലും അവിടെ ഇങ്ങനെ വായിക്കുന്നത് അതിൻ്റെ 11ാമത്തെ വാക്യം, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കയാൽ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റിട്ട് ജീവിക്കേണ്ടതിന് അവർ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. സിസ്റ്റർമാരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു നിർണയബോധ്യം വേണം. ഇനി നമ്മൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക. ഇനി നമ്മുടെ ജീവിതം ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ നമ്മുടെ ആത്മ മണവാളിന് വേണ്ടി ആയിരിക്കണം നമ്മുടെ ജീവിതം. നമ്മൾ അതുപോലെ തന്നെ ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം, അതിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിൻ്റെ 7-8 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. ഇവിടെ പറഞ്ഞിരിക്കുന്ന സഹോദരന്മാരൊരു കാര്യമുണ്ട്, തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു പറഞ്ഞാൽ നമുക്കാർക്കും തന്നെത്താൻ ഒരുക്കാനായിട്ട് കഴിയത്തില്ല. പരിശുദ്ധാത്മാവാ നമ്മളെ ഒരുക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും, അതായത് ഒരുക്കുവാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ബാവസരും പറഞ്ഞ സമയത്ത് ഒരു കാര്യം പറഞ്ഞ് നമ്മൾ ഓർക്കുന്നുണ്ട്. ദൈവത്തിന് നമ്മുടെ സഹായമല്ല ആവശ്യം, പിന്നെ നമ്മുടെ എന്താണ് ആവശ്യമുള്ളത്? നമ്മുടെ സഹകരണം ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് വേണ്ടി നമ്മളെ ഒരുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരുക്കപ്പെടുവാൻ വേണ്ടി നമ്മൾ പരിശുദ്ധാത്മാവിന് നമ്മൾ വിധേയപ്പെടണം. പരിശുദ്ധാത്മാവ് ഒരുക്കുമ്പം സഹോദരന്മാരെ പല വേദനകളുണ്ടാവും, പല പ്രയാസങ്ങളുണ്ടാവും. നമ്മളിൽ ചെത്തിക്കളയേണ്ട പല മേഖലകൾ പരിശുദ്ധാത്മാവ് ചെത്തിക്കളയും. അത് കളഞ്ഞാൽ മാത്രമേ ഒരു കുഞ്ഞാടിൻ്റെ കാന്തയായി തീരുവാനായിട്ട് കഴിയത്തുള്ളൂ. അത് ദൈവത്തോടുള്ള ആ സ്നേഹത്തിലായിരിക്കണം നമ്മൾ കാത്തിരിക്കുന്നത്. ഓരോ ദിവസവും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ, നമ്മുടെ കണ്ണ് തുറക്കുമ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ ആ സ്നേഹത്തെയാണോ നമ്മുടെ ഹൃദയത്തിൽ വരുന്നത്? ആ സ്നേഹനിമിത്തമാണോ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നത്? ആ സ്നേഹത്തിൻ്റെ നിർബന്ധത്താൽ സഹോദരന്മാരെ ആരും പറയണ്ട, പാപത്തെ വിട്ടോടാൻ നമുക്ക് കഴിയും. നമ്മൾ പറയുക, ഇവയാൽ ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീർന്നിരിക്കുന്നു. ഇവയാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് സംഭവിക്കാൻ പോവാണ്. നമുക്ക് സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് ക്ഷയമില്ലാത്തത്, വാട്ടമില്ലാത്തത്, മാലിന്യമില്ലാത്തതുമായ ഒരു ഒരു അവകാശത്തിന് വേണ്ടിയാണെന്ന് അപ്പോസ്തലനായ പത്രോസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. അവിടെയുള്ളതൊന്നും വാട്ടമുള്ളതല്ല, മാലിന്യമുള്ളതല്ല, ക്ഷയമുള്ളതല്ല. ഇതെല്ലാം ക്ഷയമുള്ളതാണ്. അതേ സഹോദരന്മാരെ, നമ്മളെ ഇന്ന് മാടി വിളിക്കുന്ന മോഹം, പാട്ടുകാരൻ പറയുന്ന വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങും ലോക സുഖങ്ങൾ നമ്മളെ എതിരേൽക്കുന്നു. ഇത് വെള്ളത്തിൻ്റെ കുമിള പോലെയാണ്. ഇന്ന് ഈ കുമിളയുടെ പിന്നാലെ അനേകരെ ഓടുകയാണ്. നീ കുമിളയുടെ പിന്നാലെ അനേകർ എന്തോ വലിയ സംഭവമായിട്ട് ഓടി തങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുകയാണ്. എന്നാൽ സഹോദരന്മാരെ, നമുക്ക് നമ്മുടെ അരിമനാഥനെ സ്നേഹിപ്പാൻ അവൻ നമുക്ക് ജീവൻ നൽകി, രക്തം നൽകി നമ്മളെ വീണ്ടെടുത്തത് നമ്മൾ അവനെ സ്നേഹിപ്പാനായിട്ടാണ്. അതിനുവേണ്ടി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ കേട്ടതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ തണുപ്പ്. എനിക്ക് ആ പാട്ട് അറിയത്തില്ല കൃത്യമായിട്ട് പാടാൻ. ഞാൻ വിശ്വസിക്കുന്ന എൽസിക്ക് ചിലപ്പോൾ അറിയായിരിക്കും. 240 നമ്മൾ ഈ വചനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ 244 പാട്ടാണ്. 244 പാട്ട്, ഒരു പാട്ട് അത് ഞാൻ പാട്ട് പാടാനായിട്ട് ആഗ്രഹിക്കുന്നതിന് ഇങ്ങനെ ആ പാട്ടിൻ്റെ അർത്ഥം സഹോദരന്മാരെ, സ്നേഹച്ചരടുകളാൽ യേശു എന്നെ ചേർത്ത് ബന്ധിച്ചു, തൻ കുരിശോടെന്നെ ഒന്നിച്ചു, ഞാനെല്ലാം തന്നിൽ അർപ്പിച്ചു, തിന്മയേറും വഴികളിൽ ഞാൻ നടന്നല്ലോ, എൻ കാലുകൾ ഇടറി വീണു, തേടി വന്നു, ജീവൻ തന്നു, കണ്ടെടുത്തു, എന്നെ താൻ വീണ്ടെടുത്ത സ്നേഹം, തൻ ദിവ്യ സന്നിധാനം തരും സമാധാനം, എല്ലാ ഭീതിയുടെ സ്ഥാനവും, അളവില്ല, അന്തമില്ല, അളവുമില്ല, അതിരുമില്ല, അന്തവുമില്ലാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ട്. ഈ ഒരു പാട്ട് ഒന്ന് പാടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് സിസ്റ്റർമാരെ. നമുക്ക് ആ പാട്ടൊന്ന് പാടാം.
സ്നേഹച്ചരടുകളാൽ എന്നെ യേശു ചേർത്തു ബന്ധിച്ചു. തൻ കുരിശോടെന്നെ ഒന്നിച്ചു. ഞാനെല്ലാം തന്നിലർപ്പിച്ചു. ഞാനെല്ലാം തന്നിലർപ്പിച്ചു. തിന്മയേറും വഴികളിൽ ഞാൻ നടന്നതെന്നല്ലോ. എൻ കാൽകൾ ഇടറി വീണല്ലോ. തേടി വന്നു ജീവൻ തന്നു കണ്ടെടുത്തല്ലോ. എന്നെ താൻ വീണ്ടെടുത്തല്ലോ. എന്നെ താൻ വീണ്ടെടുത്തല്ലോ. സ്നേഹച്ചരടുകളാൽ എന്നെ യേശു ചേർത്തു ബന്ധിച്ചു. തൻ കുരിശോടെന്നെ ഒന്നിച്ചു. ഞാനെല്ലാം തന്നിലർപ്പിച്ചു. എല്ലാം തന്നിലർപ്പിച്ചു. തന്റെ ദിവ്യ സന്നിധാനം തരും സമാധാനം. മറ്റെല്ലാം ഭീതിയും സ്ഥാനം. അളവുമില്ല അതിരുമില്ല അന്തവുമില്ല. സന്തോഷം ക്രിസ്തുവിലുണ്ട്. സന്തോഷം ക്രിസ്തുവിലുണ്ട്. സ്നേഹച്ചരടുകളാൽ എന്നെ യേശു ചേർത്തു ബന്ധിച്ചു. ഞാനെല്ലാം എന്നെ ഒന്നിച്ചു. ഞാനെല്ലാം തന്നിലർപ്പിച്ചു.